മികച്ച കായിക കേരളത്തിനായി തദ്ദേശ സ്ഥാപനങ്ങളും സ്പോർട്സ് കൗൺസിലും കൈകോർക്കണമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കായിക കേരളത്തിന്റെ കുതിപ്പിന് കരുത്തു പകരുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സ്പോർട്സ് കൗൺസിലും തദ്ദേശ സ്ഥാപനങ്ങളും സഹകരിച്ച് മികച്ച കായിക അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നും കായിക പഠനം പ്രൈമറി തലം മുതൽ പ്രാവർത്തികമാക്കാൻ ഗ്രാമപഞ്ചായത്തുകൾ പ്രയത്നിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 830 പഞ്ചായത്തുകളിൽ സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ചതായും ബാക്കിയുള്ള ഇടങ്ങളിൽ ഉടൻ രൂപീകരണം പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി അനുസരിച്ച് ഇനി 165 പഞ്ചായത്തുകളിലാണ് കളിക്കളം നിർമ്മിക്കാനുള്ളത്. തദ്ദേശ സ്ഥാപന മേധാവികളുടെ അപേക്ഷ ലഭിച്ചാലുടൻ ഈ പഞ്ചായത്തുകളിൽ 1 കോടി രൂപ ചെലവിൽ കളിക്കളവും സ്പോർട്സ് ഉപകരണങ്ങളും സൂക്ഷിക്കുന്നതിനുള്ള മുറിയും നിർമ്മിക്കും. ഇതിനായി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അനുവദിക്കുന്ന 50 ലക്ഷം രൂപയ്ക്ക് പുറമെ ബാക്കി തുക MLA MP ഫണ്ട് വഴിയോ തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് വഴിയോ കണ്ടെത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നും കായിക മേഖലയിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളെ തന്നെ പങ്കെടുപ്പിച്ചു. കേരളത്തിൽ നിന്നുള്ള ഒട്ടുമിക്ക ആളുകളെയും അതിൽ പങ്കെടുപ്പിക്കാൻ 3 ദിവസം നീണ്ടുനിന്ന വലിയ ഉച്ചകോടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ അതേപടി തന്നെ നിയമം മൂലം മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായാണെന്ന് എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പഞ്ചവത്സര പദ്ധതികൾ കായിക വകുപ്പിൻ്റെ പ്രവർത്തനം ഉൾക്കൊള്ളിപ്പിച്ചുകൊണ്ട് ഇത്തവണ അതിൽ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ക്ലാസ് എടുത്തപ്പോൾ ആ ഒരു ആംഗിളിലേക്ക് 7-5 ഇനിയുള്ള ഭാഗങ്ങളാണ് കായികമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നമ്മളിപ്പോൾ വരുത്തിയുള്ള മാറ്റം, സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൽ തന്നെ 9 അംഗങ്ങളാണ് പ്രസിഡന്റ് അടക്കം സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉണ്ടാവുകയാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ. അവർക്ക് ഓരോ കായിക ഇനങ്ങളുടെ പ്രത്യേകം ചുമതല കൊടുക്കുക. 43 ഇനങ്ങളാണ് കായിക ഇനങ്ങളായി അംഗീകരിച്ചിട്ടുള്ളത്. ആ 43 ഇനങ്ങളെ 7ആയി മാറ്റി ആ രീതിയിൽ ഓരോരുത്തർക്കും അത് തുല്യമായി ഭാവിച്ച് നൽകണം. അപ്പോൾ അത്തരം ആ ഒരു ഇനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അതിൽ അംഗങ്ങളായിരുന്നത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് പുറമെ സംസ്ഥാനത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന കായിക സംഘടനകൾ, അതിൻ്റെ ഓരോ പ്രതിനിധികൾ ഓരോ കമ്മിറ്റിയിലുണ്ട്. കായിക മേഖലയിലെ താരങ്ങളെ വാർത്തെടുക്കുന്നതിനായി 43 കായിക ഇനങ്ങളുടെ ചുമതല സ്പോർട്സ് കൗൺസിലിന്റെ 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ നിലവിലുള്ള 1500 കായികാധ്യാപകരുടെ കുറവ് പരിഹരിച്ച് വിദ്യാർത്ഥികളുടെ കൃത്യമായ പരിശീലനം ഉറപ്പാക്കും. കഴിഞ്ഞ 5 വർഷത്തിനിടെ 5000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കായിക മേഖലയിൽ നടപ്പാക്കിയത്. ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയങ്ങളും കായിക താരങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഈ സർട്ടിഫിക്കറ്റുകളായി സൂക്ഷിക്കുന്ന സംവിധാനവും രാജ്യത്ത് തന്നെ മാതൃകയാണെന്നും ഈ ഡാറ്റാ ബാങ്ക് വഴി വ്യാജ സർട്ടിഫിക്കറ്റുകൾ തടയാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു. പി ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസ്ലു, LSGD ജോയിന്റ് ഡയറക്ടർ VK മുരളി, ജനകീയാസൂത്രണ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ S ജമാൽ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് M നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P ഋഷികേഷ് കുമാർ സ്വാഗതവും സെക്രട്ടറി VR അനുജൻ നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം.